കർത്താനുമായ ഷെയർ ചെയ്യുന്ന ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമതി കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർക്കും കർത്താവ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നീ വചനം ഷെയർ ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനേകം ആൾക്കാരിലേക്ക് കർത്താവ് ഈ വചനം എത്തിക്കുന്നതിനോർക്ക് നന്ദി പറയും. യേശുവിന്റെ തിരക്തത്താൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കർത്താവെ ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം തരുന്നതിനോട് നന്ദി. ഇന്നും നമുക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്നെ ഓർത്ത് കർത്താവ് നന്ദി പറയും. എല്ലാ ദിവസവും കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് തരുന്നത്. കർത്താവിന് വചനം ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ഷെയർ ചെയ്യുന്നത് ഞാൻ obstacles we have to face while preaching the word of the Lord and ways to overcome these obstacles. നമ്മൾ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ ഇത് തന്നെ ഇംഗ്ലീഷിൽ, നാളെ ഇത് തന്നെ ഇംഗ്ലീഷിലുണ്ടായിരിക്കും, നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങളും അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇന്ന് തടസ്സങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 5 തടസ്സങ്ങളെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് ഈ തടസ്സങ്ങൾ നമുക്ക് കർത്താവിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ തടസ്സങ്ങൾ നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്കത് കീഴ്പ്പെടുത്താനായിട്ട് പറ്റും. അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് അടുത്ത ദിവസങ്ങളിൽ ഇതിൽ പറഞ്ഞാല് ഒന്നാമത്തെ ഒബ്സ്റ്റക്കിൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ തടസ്സങ്ങൾ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ ഒന്നാമതുണ്ടാകുന്ന നമുക്ക് തടസ്സങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ആണ്. ഫിയർ. ഷെയറിങ് യുവർ ഫെയ്ത്ത് ക്യാൻ ബി സ്കെയർ. പറഞ്ഞേ ഇതെന്നാല് നമ്മുടെ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പേടിയുണ്ട്. പറഞ്ഞാല് ഫിയർ. വെൻ വി ആർ ഷെയർ ദ ഗോസ്പൽ, the first obstacles, that is a fear. Second thing, intimidation. Third thing, the lack of confidence. Fourth one is ignorance. The fifth one is arrogance. അത് മലയാളത്തിൽ പറയാൻ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേടിയാണ്. എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ കർത്താവിന് വചനം നമ്മൾ ഷെയർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള എത്ര ആൾക്കാർ കർത്താവിന്റെ വചനം പഠിച്ച ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ പറയുമ്പോൾ ശരിയാകുമോ? ഇതല്ലോ ഹേലരിയം. എത്ര ആൾക്കാർ നമ്മളെ വാച്ച് ചെയ്യുന്നു. ഇങ്ങനെ പല പേടികളും ചിന്തകളൊക്കെ പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. പ്രൈസ് ലോർഡ്, ഹേലരിയം. അപ്പൊ ഇന്ന് ഈ ലോകത്ത് നമുക്കറിയാം, വചനം എല്ലാം പഠിച്ചിട്ട് ഒരു വ്യക്തി വചനം ഷെയർ ചെയ്യാനായിട്ട് വരുന്നത്. വചനം ഷെയർ ചെയ്യുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ വെളിപാടിനാലോ നമ്മൾ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മുടെ സ്വന്തം ബുദ്ധിയാലോ കഴിവിനാലോ അല്ല. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്. ഞാനൊക്കെ 2011 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. 2011 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം അന്ന് എന്റെ ചിന്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പം എങ്ങനെ വചനം പഠിക്കും. അപ്പം ഞാൻ പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്നുണ്ട്, കത്തോലിക്ക ചർച്ചിലും പോകുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അവിടെ ആരും കത്തോലിക്ക ചർച്ചിൽ ആരും വചനം പറയത്തില്ല. ആരെങ്കിലും വചനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്തുവരും. ഞാനുണ്ട് അനുഭവിച്ചാ പറഞ്ഞ്. പിന്നീടുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ വചനം പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഗ്രൂപ്പുകളിലൊക്കെ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്നെ ഡിലീറ്റ് ചെയ്ത് എന്നെ അൺഫ്രണ്ട് ചെയ്ത് ഗ്രൂപ്പിൽ നിന്ന് അവര് ഗ്രൂപ്പിൽ നിന്ന് തന്നെ എന്നെ റിമൂവ് ചെയ്തു. കാരണം കർത്താവിന്റെ വചനം ഞാൻ ഷെയർ ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു കത്തോലിക്ക സഭയിലെ ഞാനായിരുന്നു. ആ സഭയെ കുറ്റം ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 2013 കാലഘട്ടത്തിൽ ഒറ്റപ്പെടുത്തി. കർത്താവിന്റെ വചനം പറയാൻ പറ്റത്തില്ല. വേറെ എന്ത് തമാശയും പറയാം, എന്ത് മോശം പറയാം, പക്ഷെ കർത്താവിന്റെ ബൈബിൾ വചനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു സെലക്റ്റഡ് ആൾക്കാർക്ക് പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പെന്തക്കോസ്ത് ചർച്ചിലേക്ക് വരും കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ആഫ്റ്റർ ദാറ്റ് അപ്പൊ അതിന് കഴിഞ്ഞിട്ട് പെന്തക്കോസ്ത് ചർച്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പം എല്ലാവരും കർത്താവിന്റെ വചനം പറയുന്ന ആൾക്കാർ. എല്ലാവരും പറയും. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ പറയുന്ന വചനം ഒന്നുമില്ലാതാവും. അങ്ങനെ ഒരു ചിന്ത വരും. അപ്പൊ പല കാര്യങ്ങളും എന്നെ അലട്ടെന്ന് പറയുന്നത്. കത്തോലിക്ക സഭയിൽ പോയി കഴിഞ്ഞപ്പോൾ വചനം പറയാൻ പറ്റത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്ന. ഹല്ലേലൂയ. അപ്പം പെന്തക്കോസ്ത് ചർച്ച് വചനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും അറിവുള്ള ആൾക്കാരാണ്. ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നപ്പോ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുകയും ചെയ്യണം. വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ ദിവസങ്ങൾ 2011 ശേഷം
അങ്ങനെ 3-4 വർഷം പരിശുദ്ധാത്മ അഭിഷേകം കർത്താവ് തന്നു. അങ്ങനെ 2016 ഡിസംബറിലെ കർത്താവിന്റെ വചനം തെറ്റിയാ തെറ്റട്ടെ, ഹല്ലേലൂയ. അപ്പൊ ശരിയാണെങ്കിൽ ശരിയാകട്ടെ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഈസ് അലൈവ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ പുറത്തുപോയി കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. ഒരു വ്യക്തിയെ നോക്കാനായിട്ട് പോയില്ല, തെറ്റോ ശരിയെന്നോ നോക്കാനായിട്ട് പോയില്ല. തെറ്റുകൾ കാണും, ശരിയും കാണും, അതൊന്നും നോക്കാനായിട്ട് പോയില്ല. കാരണം കഴിഞ്ഞാൽ വിമർശിക്കുന്ന ആൾക്ക് ഒത്തിരി ആൾക്കാർ വിമർശിക്കാനായിട്ട് വന്നു. ഈ വിമർശിക്കുന്ന ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാനായിട്ട് പോയി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം അന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയതാ. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. എന്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം എടുത്തിട്ട് മോശമായ രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു. പ്രൈസ് ലോർഡ്. ഇത് കേട്ടിട്ടെങ്കിലും കർത്താവിന്റെ വചനത്തിൽ നിന്ന് പിന്മാറുമെന്ന രീതിയിൽ ദുഷ്ടകാന്മ ശക്തികൾ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ വഴിയായിട്ട്, എന്റെ ശത്രുക്കൾ വഴിയായിട്ടും പലവർ വഴിയായിട്ടും ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഇതൊന്നും പിന്മാറാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മൈ കോൾ ഈസ് ഹെവൻലി കോളിംഗ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മൈ അപ്പോയിന്റ് ഈസ് ഹെവൻലി അപ്പോയിന്റ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. I am the ambassador of Christ. Praise the Lord. My citizenship is in the heaven. Praise the Lord. അതാണ് കർത്താവ് പറയുന്നത്. കർത്താവ് രാജകീയ പുരോഹിത വംശമായും, പ്രൈസ് ലോർഡ്, അപ്പസ്തോലനായിട്ടും ഇവാഞ്ചലിസ്റ്റായിട്ടും അതേപോലെ തന്നെ പ്രോഫറ്റായിട്ടും കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരന്ധകാര ശക്തിക്കും കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുന്നതിൽ നിന്ന് മാറ്റുവാനായിട്ട് ഇനി സാധ്യമല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ആൾക്കാർ, നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടു, നിങ്ങൾക്ക് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും. ഒരേ ഒരു കാര്യം ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിമർശിക്കുന്ന ആൾക്കാര് അവർ ഇന്ന് ജീവിച്ച് നാളെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ആൾക്കാരാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അവരെ കാണുന്ന, നാളെ ചിലപ്പോൾ അവരെ കാണത്തില്ല, അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരാൾ താമസിച്ചു. തലേ ദിവസം പേരും വർത്താനം പറഞ്ഞു. മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് പേരും വർത്താനം പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് അറിയുന്നത് അദ്ദേഹം മരിച്ചുപോയെന്നാണ് അറിയുന്നത്. ഒരു കുഴപ്പമില്ലാത്ത വ്യക്തി. ഹല്ലേലൂയ. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചതാണ്. ഒരു കുഴപ്പമില്ലാത്ത വ്യക്തി. അപ്പൊ ഞാൻ പറഞ്ഞാല് അത്രേ ഉള്ളൂ. അപ്പം ഉള്ളിനെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാല്, ഇത്രേ ഉള്ളല്ലോ മനുഷ്യന്റെ ജീവിതം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യ ജീവിതം ഇത്രേ ഉള്ളല്ലോ എന്നൊരു ചിന്ത വന്നു ഇങ്ങനെ. അപ്പൊ ഇത്രേ ഉള്ളൂ, മനുഷ്യ ജീവിതം ഇത്രേ ഉള്ളൂ. കാരണം ഇന്ന് നമ്മള് സന്തോഷിച്ച് നിൽക്കും, നാളെ നമ്മള് ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും, എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ പേര് ബന്ധപ്പെട്ട ആൾക്കാർ മറക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ചെയ്ത കാര്യങ്ങൾ മറക്കും. പക്ഷെ കർത്താവ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർത്തിരിക്കും. എന്നൊന്നും ഓർത്തിരുന്ന് ജീവന്റെ പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ പേരെഴുതി വെക്കുന്ന സർവശക്തനായ നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ദൈവവേലയ്ക്ക് വേണ്ടി, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും അത് പാഴായി പോകത്തില്ല എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞോളട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, കർത്താവിന്റെ വേല ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം വരുന്ന കഴിഞ്ഞാൽ ഫിയറാണ്, ഭയമാണ്. എഫെസ്യർ ലേഖനം 6-19 പറയുന്നതെന്ന് വെച്ചാൽ, ബുക്ക് ഓഫ് എഫീഷ്യൻസ്, the same I will be preaching in English the coming days. Okay, the subject is obstacles we have to face while preaching the word of God, word of the Lord, and ways to overcome these obstacles. Praise the Lord. അതാണ് പറഞ്ഞ് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളും അത് നമുക്ക് എങ്ങനെ നമുക്കത് അത് അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. Praise the Lord. ഇത് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ പേടി വന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഉള്ളില് പേടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ പ്രസംഗിക്കും? ഒരാളും സപ്പോർട്ട് ചെയ്യാനല്ലോ, എവിടെ പോയി പ്രസംഗിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീട്ടുകാരെ ഒറ്റപ്പെടുത്തുന്നു, സ്നേഹിതന്മാരെ ഒറ്റപ്പെടുത്തുന്നു, നാട്ടിലുള്ളവർ നമുക്കെതിരായിട്ട് മോശം പറയുന്നു, സോഷ്യൽ മീഡിയകളെതിരായിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്നു, ഒരേ ഒരു ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുന്നു. ഒരേ ഒരു കാര്യം, കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുന്ന ഒറ്റ കാരണത്താല്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് ഇന്ന് കർത്താവിൽ എൻകറേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇത് മുടങ്ങാതെ കാണാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പറയാനായിട്ട് വ്യാഴാഴ്ച ഇതിന്റെ ഈ സമയത്ത് 4 മണിക്ക് UK ടൈം 4 മണിക്ക്, ഇന്ത്യൻ ടൈം 4, 5, 6, 7, 8, 9 ഇന്ത്യൻ സമയം 9:30 PM ഈ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ മറികടക്കാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുന്ന ഒന്നാമത്തെ കാര്യം, കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ ഫിയറാണ്, നമുക്ക് പേടിയാണ് വരുന്നത്. അത് എഫെസ്യർ ലേഖനം 6-19 ആയിരിക്കുന്നു. Book of Ephesians, chapter 6, verses 19 and 20. The people, those who are watching from different countries, you can also follow this Bible verse, Book of Ephesians. Praise the Lord. Chapter 6, verses 19 and 20. Praise the Lord. God be glory be to God. Praise the Lord. Hallelujah. ഇത് പറയുന്നതെന്ന് വെച്ചാല്, Book of Ephesians, chapter 6, verses 19 and 20. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല്,
പൗലോസ് പറഞ്ഞാല്, ഞാൻ ചങ്ങല ധരിച്ച് സ്നാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ലോർഡ്. പേടി വരുമ്പം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഭയത്തിന്റെ ദുരാത്മാവ് കർത്താന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ അത് തടയുന്ന ദുരാത്മാവ്. ചില സമയത്തൊക്കെ ഞാൻ പറയും, ഞാൻ തന്നെ കർത്താന്റെ വചനം ഷെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഗോസ്പൽ റിവ്യൂൽ ആണെങ്കിലും ചില സമയത്ത് ചില മിനിറ്റുകളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. 10 മിനിറ്റ് 15 മിനിറ്റ്. അപ്പൊ ഒരു പാസ്റ്റ് ഞാൻ ടൈം കീപ്പ് ചെയ്യുന്നില്ല എന്ന് പാസ്റ്റ് വിട്ടുപോയി ഏതല്ലോ കാലരി. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞാല് ചില സമയത്ത് ഈ സന്താശിച്ച പ്രവർത്തനം നമുക്ക് ചില സമയത്തൊക്കെ ബിസി ആക്കും. നമ്മൾ ബിസി ആക്കി ചിലപ്പം നമുക്ക് ഒരു ക്ഷീണമോ കാര്യങ്ങളൊക്കെ വരുത്തി നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ ഫോക്കസിങ് നമ്മൾ ഇന്ന് മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കും. പ്രൈസ്. അത് അന്താശിച്ചിലെ പ്രവർത്തനമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാല് കർത്താവിന്റെ വചനം നമ്മൾ പുറത്തു പോകാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഈ അന്താശിക്ക് നമ്മൾ തന്നെയുള്ളത് പ്രൈസ്. ഒരാളും ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പൊ എങ്ങനെ നമ്മൾ പ്രസംഗിക്കാൻ പോകും? നമ്മുടെ മനസ്സ് തന്നെ ആപ്പാടെ വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളിയിടുന്ന ദുഷ്ടാത്മ ശക്തികളുണ്ട്. പ്രൈസ്. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ കാലാവസ്ഥ അനുകൂലമായിരിക്കും, പ്രതികൂലമായിരിക്കും. പ്രൈസ് ലോർഡ്. ആ സംസാരിക്കാൻ സ്റ്റേറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ചെല്ലുമ്പം ആ സ്റ്റേറ്റിലുള്ള ആൾക്കാർ നമുക്കെതിരായിട്ട് നിൽക്കുന്ന അവസ്ഥ. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ സ്റ്റേറ്റിലേക്ക് പ്രസംഗിക്കുമ്പോൾ ചിലപ്പം തന്നെയുള്ളൂ, പറയുന്ന ആൾക്കാർ പേരും കൂടുതൽ വരുന്നില്ല. അവരെല്ലാം വിട്ടു മാറിപ്പോയിട്ടുണ്ട്. ഇതിലോ അവർ വരാന്ന് പറഞ്ഞ ആൾക്കാർ പേരും വരാൻ പറ്റത്തില്ല എന്ന കാരണങ്ങളും പറ്റിച്ചു. അങ്ങനെ ആ സമയത്തേക്ക് അപ്പം ഞാൻ ഇപ്പൊ മനസ്സ് പറഞ്ഞാൽ തന്നെ ഉള്ളല്ലോ ദൈവം. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, നീ വണ്ടി ഓടിച്ച് ഇതിലോ 500 മൈല് വണ്ടി ഓടിച്ച് സ്കോട്ട്ലൻഡിൽ പോയി കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ നീ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇപ്പൊ നീ പ്രസംഗിക്കാൻ പോകുന്നത് ഒരു 75 മൈൽ അകലമാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകുന്നത്. പ്രൈസ് ലോർഡ്. അവിടെ ഞാൻ നിന്നെ തന്നെ വിട്ടുവെങ്കിൽ ഇവിടെ തന്നെ പോയിക്കൂടെ എന്ന് ചോദിച്ചു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഐ ആം വിത്ത് യു. പ്രൈസ് ലോർഡ്. ഞാൻ ഒറ്റ കാരണത്താൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ഈസ്റ്റ് ബോൺ എന്ന സ്ഥലത്തേക്ക് ഞാൻ ചെയ്തു. പല സ്ഥലങ്ങളും പോയി. അത് പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ടത് ഈസ്റ്റ് ബോൺ എന്ന സ്ഥലമാണ്. ചെയ്തോ അവിടെ ഞാൻ സസെക്സിൽ ഈസ്റ്റ് ബോൺ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഞാൻ തന്നെയുള്ളൂ. അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ട് ആ സിറ്റി കാണുന്നത്. ആ സിറ്റിയെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. അവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ആ സിറ്റി പ്രസംഗിക്കാനായിട്ട് വന്നു. ആ സിറ്റിയിലെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എതിർപ്പ് പറഞ്ഞിട്ട് ആൾക്കാരെ നോക്കാനായിട്ട് പോയിരുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വചനം ഞാൻ അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ വന്ന് കൂട്ടത്തോടെ വന്ന് രക്ഷിക്കപ്പെടാനായിട്ട് തുടങ്ങി. കർത്താവിന്റെ വചനം ആൾക്കാർ നിന്ന് കേൾക്കാനായിട്ട് തുടങ്ങി. അനേകം ആൾക്കാരോട് രക്ഷിക്കപ്പെട്ടു. ഞാൻ പ്രസംഗിച്ച സിറ്റികളിൽ ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെട്ട സിറ്റികൾ ഒരു സിറ്റിയായിട്ട് എനിക്ക് പറയാനായിട്ട്. പ്രൈസ് ലോർഡ്. വേറൊരു സിറ്റി ലീഡ്സ് സ്ഥല സിറ്റിയാണ്. അവിടെ 100 കണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അത് കഴിഞ്ഞാൽ ഈ ഈസ്റ്റ് ബോണിൽ വളരെയധികം ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. അത് ഇപ്പോഴും ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരു സൈന്യഗണം, ഒരു ദൂതഗണങ്ങള് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവിടെ പോകേണ്ട ഒരേ ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം പൗലോസ് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം കഴിഞ്ഞാൽ ശീലാസ് പൗലോസിനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും പൗലോസ് ആയിരുന്നു കാര്യങ്ങളിൽ. ശീലാസിനെ ഡിപ്പെൻഡ് ചെയ്തല്ല പൗലോസ് പ്രസംഗിച്ചത്. പൗലോസ് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. മോശ തന്നെ ഉള്ളതെന്ന് മോശ ചിന്തിച്ചില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിൽ മോശ ആശ്രയിച്ചു. പ്രൈസ്. ദാവീദ് തന്നെ ഉള്ളതെന്ന് ദാവീദ് ചിന്തിച്ചില്ല. അതാണ് നമ്മൾക്ക് ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 11:9 ഇതിൽ പറഞ്ഞാല് 1 ദിനവൃത്താന്ത പുസ്തകം അതിലെ 11-ാം അധ്യായം അതിലെ 9-ാം വാക്യം പറയുന്നത് ഒന്ന് വായിക്കാണ്ട് ആഗ്രഹിക്കുന്നോ? ദാവീദ് ദൈവത്തിൽ ശക്തിപ്പെട്ടു. പ്രൈസ്. ഇത് ഒന്ന് വായിക്കാണ്ടിരിക്കുന്നു. ഇത് പറയുന്നത് വെച്ചാല് 1 ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത പുസ്തകം ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 11 വേഴ്സസ് 9 ഇത് പറഞ്ഞാല് സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടി ഉണ്ടായിരുന്നില്ല. ദാവീദ് മേൽക്കമേൽ പ്രബലനായി തീർന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആൻഡ് ഡേവിഡ് waxed greater and greater, become greater and greater because the God of Lord of hosts was with him. Praise the Lord hallelujah. അതാണ് ഞാൻ പറഞ്ഞാല് സൈന്യങ്ങളുടെ യഹോവയായ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സൈന്യാധിപനായി അത് പറഞ്ഞാല് ഒന്ന് പറഞ്ഞ സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ നിയമത്തിൽ മൊത്തം വായിച്ചാല് സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുന്നത് പറഞ്ഞാല് പിന്നെ നമുക്കറിയാം സൈന്യങ്ങളുടെ യഹോവ അത് പറഞ്ഞാല് ദൈവം തന്നെയാണ് യുദ്ധം നയിക്കുന്നത്. അതാണ്
അത് അന്നുമാണ് ഇന്നും തന്നെയാണ്. നമുക്ക് എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ആൾക്കാരെ അടുത്ത് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കള് കർത്താവ് ദൈവം എഴുന്നേൽക്കുന്നു. അതാണ് സംഗീതത്തിൽ പറയുന്നത്, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറുന്നു. പ്രൈസലോട്ട് അല്ലെങ്കിൽ നമ്മളെ പകയ്ക്കുന്നവര് ചിതറിപ്പോകും എന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാ പറയുന്നു. ദുഷ്ടരുടെ ആലോചന കർത്താവ് അവരെ ആലോചന തന്നെ വെച്ച് കർത്താവ് താർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസലോ അതുകൊണ്ട് തന്നെ പ്രൈസലോട്ട് നമ്മള് കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തി പ്രൈസലോട്ട് മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രശ്നങ്ങളുണ്ടാവും, വലിയ പ്രശ്നങ്ങളുണ്ടാവും, വലിയ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകും. പ്രൈസലോട്ട് ഹേലിരിക്കും. ചിലപ്പോൾ കഞ്ഞി പിടിക്കാൻ പേര് നൂർത്തി കാണത്തില്ല, റെഡി കൊടുക്കാൻ പേര് നൂർത്തി കാണത്തില്ല. അതിനും ബുദ്ധി പറയില്ല. ഇതെല്ലാം കർത്താവ് ആ സമയത്ത് ഓരോന്നോരോന്ന് ക്രമീകരിക്കും. പ്രൈസലോട്ട് ഹേലിരിക്കും. ഞാനൊക്കെ ടെസ്റ്റ് മണി പറയുമ്പോൾ അനേക ആൾക്കാർ മാനസാന്തരത്തിലേക്ക് വരും. കാരണം അതേപോലെ ബുദ്ധിമുട്ടിലേക്ക് കടന്നുപോയ വ്യക്തിയാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന വഴിയായിട്ട് അനേകം ആൾക്കാർ ഒറ്റപ്പെടുത്തി. ഇതെങ്കിലും ഒറ്റപ്പെടുത്ത ആൾക്കാർ ഞാൻ മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല. കാരണം എന്താ വെച്ചാൽ ഏറ്റവും വിഷമമുണ്ടായ കാരണം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ആൾക്കാർ ഒറ്റപ്പെടുത്താനായിട്ട്. അതാണ് പ്രൈസലോട്ട് ഹല്ലേലൂയ. അവരെയൊന്നും ഇന്ന് കാണത്തില്ല. കാരണം വെച്ചാൽ അവരെയൊന്നും ഇന്ന് കാണുന്നേ ഇല്ല. അവരിന്ന് പ്ലാറ്റ്ഫോമിലില്ല അധികം ആൾക്കാരൊന്നും. പ്രൈസലോട്ട്. കാരണം വെച്ചാൽ നമ്മളാരും ഒറ്റപ്പെടുത്താൻ, നമ്മളാരും വിധിക്കാനൊന്നും പോകണ്ട. ഇതൊക്കെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അന്ധകാര ശക്തികൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ വഴിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. എത്രമാത്രം ശത്രുക്കൾ നമുക്കെതിരെ നിൽക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർത്താവിൽ എത്രമാത്രം ശക്തനാണ്. പ്രൈസലോട്ട് ഹല്ലേലൂയ. ഫിലിസ്തീൻ സൈന്യം മൊത്തം ഇസ്രായേലിനെതിരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ ദൈവം ശക്തനാണെന്നതിന്റെ അർത്ഥം. ആ ഫറവോൻ രാജാവ് മൊത്തം ഈജിപ്ത് സൈന്യം മൊത്തം ഇസ്രായേൽ ജനത്തിന് എതിരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം സർവ്വശക്തനാണെന്ന് എന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് നമ്മൾ ചുമ്മാതിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ ശക്തനായിരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമുക്കെതിരെ നമ്മളെ താർക്കാനായിട്ട് വരുന്നത്. പ്രൈസലോട്. അതിന്റെ അർത്ഥം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ദൈവവേലയിലായിരിക്കുന്ന ആൾക്കാര് പ്രൈസലോട് എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, we are such a powerful person because of these problems, sir. Always these problems are coming in my surrounding place in my life. Because of this reason, you have to think in your life, always in your heart, you are such a powerful and mighty person in Christ Jesus. Praise the Lord. Hallelujah. Not by your power, praise the Lord, by the power of the Holy Spirit. Praise the Lord. You are such a mighty and powerful person in Christ Jesus. Because the reason is, that's what Apostle Paul was saying. Praise the Lord. The Christ is in you, the hope of glory. The creator of the world is sitting in your heart. Praise the Lord. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് വെച്ചാൽ സർവശക്തനായ ദൈവം എന്റെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് പറയുന്നത് കഴിഞ്ഞാല് മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അപ്പൊ ദാവീദ് പറഞ്ഞാല് സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഫിയർ ഉണ്ടാകും. കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയണം, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പ്രൈസ് ലോർഡ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രൈസ് ലോർഡ് നമുക്കെതിരെ നിൽക്കുന്ന ആർ നമ്മൾ പറയണം. പ്രൈസ് ലോർഡ്. അതാണ് പറഞ്ഞാല് മനുഷ്യനോട് ചെയ്യാൻ പറ്റും, കർത്താവാണ് സഹായകൻ. പ്രൈസ് ലോർഡ്. നമ്മള് കർത്താവിന്റെ വചനം ശക്തമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇഷ്ടംമാതിരി ശത്രുക്കൾ നമുക്കെതിരായിട്ട് വരും. പ്രൈസ് ലോർഡ്. ഇഷ്ടംമാതിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ ജോലികൾ നഷ്ടപ്പെടും. പ്രൈസ് ലോർഡ്. എല്ലാ വഴികളും നഷ്ടപ്പെടും. അപ്പൊ എങ്കിലും നമ്മുടെ ദാവീദ് പറഞ്ഞ പോലെ നമ്മൾ പറയണം, പ്രൈസ് ലോർഡ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നോട് കൂടെ ഉണ്ടായതിനാൽ ഞാൻ ഡേവിഡെ ശക്തി പ്രാപിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കണ്ട ഈ പ്രശ്നങ്ങൾ മൊത്തം നാളെ ഞാൻ കാണത്തില്ല. പ്രൈസ് ലോർഡ്. നമ്മൾ പറയണം, ഇന്ന് കണ്ട മിസ്രൈമിനെ നമ്മൾ നാളെ കാണത്തില്ല. നമ്മൾ ഈ വിതയ്ക്കുന്ന വേദയ്ക്ക് ഒരു കൊയ്ത്ത് കർത്താവ് തരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മള് ദൈവവചനം ശക്തമായിട്ട് പറയുന്ന വ്യക്തിയാണ് എങ്കിൽ ഓരന്തകാര ശക്തി നമ്മളെ അടക്കത്തില്ല. അവരെത്ര പറഞ്ഞാലും അവര് തന്നെ പറഞ്ഞിട്ടില്ലാതാവില്ലാണ്ട് നമ്മൾ ഇന്നും ഈ നാളെയും മറ്റന്നാളും നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചേർന്ന് ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അത് ഫെയർ വരും. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇതാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, the obstacles we have to face while preaching the word of the Lord and ways to overcome these obstacles. അത് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഒന്നാമത്തെ തടസ്സം അത് നമുക്ക് പേടിയാണ്. പ്രൈസ് ലോർഡ്. ആ പേടി മാറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രൈസ് ലോർഡ്. ചിലപ്പോൾ നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ലായിരിക്കും. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ എനിക്ക് ABCD വരും അറിയത്തില്ല.
അറിയാവുന്ന വിളിച്ച് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. ഒരു വ്യക്തിനെ നോക്കാനായിട്ട് ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെയൊന്നും നോക്കാനായിട്ട് പോകുന്നില്ല, കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവരൊക്കെ ആരാ? ഇന്ന് ചിരിക്കുന്ന ആൾക്കാർ, ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ആൾക്കാർ, ഇവരെയൊന്നും നോക്കരുത്. പ്രൈസിലോ, നമ്മൾ കർത്താവിന്റെ വചനം അറിയാവുന്ന പോലെ ഒരു അധ്യായം ബൈബിൾ വായിച്ചിട്ട് അത് മറ്റുള്ളവർ മുമ്പിൽ വിളിച്ച്, അത് മറ്റുള്ളവർ മുമ്പിൽ പറയാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. പ്രൈസിലോ, ആൾക്കാർ കേട്ടാലും കേട്ടില്ലെങ്കിൽ ഞാൻ നോക്കാനായിട്ട് പോകത്തില്ല, വാച്ച് ചെയ്താലും ഞാൻ നോക്കാൻ പോകത്തില്ല. കർത്താവിന്റെ വാദം ഞാൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസിലോ, അനേകം ആൾക്കാർ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാം, കുറച്ച് എന്റെ കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവിന്റെ വചനം പ്രസംഗിച്ച അവസ്ഥ ഇന്ന് നോക്കുവാണെങ്കിൽ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു, അനേക രോഗികളെ കർത്താവ് സൗഖ്യപ്പെടുത്തി, അനേകം ആൾക്കാരെ പ്രൈസിലോ പിന്നെ കർത്താവിന്റെ വേലയിലേക്ക് ശക്തിപ്പെടുത്താനായിട്ട് പറ്റി. ഇംഗ്ലീഷുകാര്, അതേപോലെ ആഫ്രിക്കൻസ്, മലയാളികള്, പ്രൈസിലോ ഹല്ലേലൂയ, അനേകം ആൾക്കാർ. ഇനി UK അനേകം ചർച്ചുകൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കർത്താവിന്റെ വചനം ഞാൻ പ്രസംഗിക്കുന്ന വഴിയായിട്ട് കർത്താവിന്റെ കൃപയാല് അവർ ഈ വചനം കേൾക്കാനായിട്ട് അടവ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ ഒരു വ്യക്തി എന്നെ സഹായിക്കാനായിട്ടില്ല. ഒരു സിറ്റി കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരാൾ പേരിയില്ല, സംസാരിക്കാനായിട്ട് ഒരാൾ പേരിയില്ല. ഇന്നൊക്കെ ഞാൻ അവിടെ കർത്താവിന്റെ വചനം പിന്നെ ഒരു 6 മാസം ശേഷം പിന്നെയും പ്രസംഗിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് അനേകം ചർച്ചുകളിൽ നിന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവിടെ മറഞ്ഞിരിക്കുകയാണ്. എവിടേക്ക് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആരും ഇല്ലാത്ത അവസ്ഥ വന്നു. അന്ന് ഞാൻ കർത്താവ് ഇവിടെ മൊത്തം നിറഞ്ഞ കൈവിട്ടെന്ന് പറഞ്ഞു കർത്താവിന് വചനം പ്രസംഗിക്കുന്ന ആൾക്കാർ. ഇന്നൊക്കെ ആ സിറ്റി ചെല്ലുമ്പോൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അത് ഇംഗ്ലീഷുകാരായിക്കോട്ടെ, ആഫ്രിക്കൻസ് ആയിക്കോട്ടെ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഇംഗ്ലീഷുകാരായിക്കോട്ടെ, ആഫ്രിക്കൻസ് ആയിക്കോട്ടെ, പ്രൈസ് ലോർഡ് മലയാളികളായിക്കോട്ടെ, ഇപ്പൊ UK ഒരുപാട് സിറ്റികൾ ചെയ്യുന്ന എല്ലാവർക്കും എന്നെ അറിയാം. അപ്പം അവര് കർത്താവിനെ അനേകം ആൾക്കാർ വിളിക്കുന്നു, പോകാൻ സമയമില്ല. കാരണം വെച്ചാല് ഓരോരോ കാര്യങ്ങൾ പല ചർച്ചകൾ എൻകറേജ് ചെയ്യാനായിട്ട് പറ്റി കർത്താവിന്റെ വചനത്തില്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒറ്റയുള്ളതെന്ന് ചിന്തിക്കരുത്. നമ്മള് സർവശക്തനായ ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. ഇന്ന് മരിച്ചു പോയവരും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, മരണത്തിലായിരിക്കുന്ന ആൾക്കാർക്കും കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. മരിച്ചുപോയ നരകത്തിലുള്ള ഒരു വ്യക്തിയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ അനുവാദമില്ല. The people are God died, they are not at all allowed, they are not at all permitted to preach the good news in front of the Gentiles. Praise the Lord hallelujah. Only the people those who are born again, only the people those who are living in this world, you are permitted, you are allowed from God to spread this good news in front of everybody throughout all the nations. Praise the Lord hallelujah. Such a great designation you have received from the Lord. പ്രൈസ്. അതാണ് ഞാൻ പറയുന്നത്, മരിച്ചുപോയ ഒരാൾക്കും കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റത്തില്ല. നമുക്കറിയ സ്വർഗത്തിലെ ദൂതഗണങ്ങൾക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ, രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കാൻ അധികാരമില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൂതഗണങ്ങൾ നമ്മൾക്ക് വഴിയൊരുക്കുന്നതാണ് ദൂതഗണങ്ങൾ. അതാണ് പറയുന്നത്, സങ്കീർത്തന പുസ്തകം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിന്റെ കാൽ കല്ലിൽ തട്ടായി പോകാതെ നമുക്ക് മുമ്പേ കർത്താവ് നമ്മുടെ ദൂതഗണങ്ങളെ നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് ദൂതഗണങ്ങളെ അയക്കും. പ്രൈസ് ലോർഡ്. ദൂതഗണങ്ങളെ അയച്ച് നമുക്ക് സംരക്ഷണം തരുവാനായിട്ട് ദൂതഗണങ്ങളെ കർത്താവ് നിയോഗിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വചനം സ്പ്രെഡ് ചെയ്യാനായിട്ടല്ല, കർത്താവിന്റെ വചനം അറിയിക്കാനായിട്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഭാഗ്യം ലഭിച്ച് അത് നിങ്ങൾക്കും അത് എനിക്കും മാത്രമാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ പറയാം. പ്രൈസ്. അതുകൊണ്ട് തന്നെ പ്രവീൺ ബേരൽ ഗോഡ് ബ്ലസ് യു, സൗമ്യ ഗോഡ് ബ്ലസ് യു, തോമൻ മാത്യു ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എല്ലാവരും അതിനെ ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം നമ്മൾ ഏത് സമയം നമ്മുടെ ആ കോളിങ്ങിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമ്മൾ ആ കോളിങ് ഹെവൻലി കോളിംഗ് ആണ്, സ്വർഗീയ വിളിയെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ആൾക്കും കിട്ടാത്ത ഒരു വിളിയെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനത്തിൽ ശക്തിപ്പെടണം. ഞാൻ പറഞ്ഞു, എൻ്റെ വീടിന്റെ അടുത്ത് ഞാൻ താമസിക്കുന്ന ഒരാൾ മരിച്ചുപോയെന്ന് പറഞ്ഞു. 1 മണിക്കൂർ മുമ്പ് വരും, അവർ മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരും സംസാരിച്ചു ചെയ്യാൻ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. 1 മണിക്കൂറിന് ശേഷം അദ്ദേഹം മരിച്ചുപോയെന്ന് അറിയുന്നു, പെട്ടെന്ന് സഡൻ ഡെത്ത്. അപ്പം കർത്താവ് എന്റെ മനസ്സിൽ പറയുവാണ്, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം ഞാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്ലാനിങ് ഉണ്ടായിരുന്നു, എത്രമാത്രം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതം അത് കർത്താവിന്റെ കയ്യിലാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന അവസ്ഥയിലും കർത്താവിന്റെ വചനം നമ്മൾ എത്രമാത്രം ഒരു ദിവസത്തോടെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്ദി പറഞ്ഞിട്ട് കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഓടണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അത് പറയുന്നത് രണ്ടാമത്തെ കാര്യങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞാല് ഇന്റിമിഡേഷൻ. ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് ഭീഷണിപ്പെടുത്തൽ. പ്രൈസ്. അതാണ് മലയാള വാക്ക്, ഭീഷണിപ്പെടുത്തൽ. പ്രൈസ് ലോർഡ്. ഇന്റിമിഡേഷൻ, ഭീഷണിപ്പെടുത്തൽ. കർത്താവിന്റെ വചനം പ്രസംഗിക്കും. ആദ്യ ആൾക്കാർ നമ്മൾ എതിർക്കും കർത്താവിന്റെ വചനം പ്രസംഗിക്കാം. രണ്ടാമത് എതിർത്ത് നിന്നിട്ട് ആദ്യം നമ്മളെ അവഗണി, രണ്ടാമത് എതിർക്കും.
മൂന്നാമത് അവർ നമുക്കൂടെ യുദ്ധം ചെയ്യും. ആരെങ്ങാണ്ട് പറഞ്ഞു, മൂന്നാമത് നമുക്കെതിരെ യുദ്ധം ചെയ്യും. ഫൈനൽ വിക്ടറി വിൽ ബി യോഴ്സ്. അതാണ് പറയുന്നത്. അവസാന യുദ്ധം നമ്മുടെ ആയിരിക്കും. ഇതല്ലോ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരെ ആയിരിക്കും അവസാന യുദ്ധം. ആദ്യം നമ്മളോട് സ്നേഹത്തിൽ പറയും, പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, പിന്നെ നമുക്കെതിരെ കൈയും കാലും വെക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ നമ്മളോട് യുദ്ധം ചെയ്യും. ആരാമുറക്കി നമുക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വരും. Final victory will be yours. Praise the Lord. The people, those who are preaching the gospel. Praise the Lord. If you are the child of God, the victory will be yours. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. കർത്താവിന്റെ വചനം പറയുന്നത് കഴിഞ്ഞാല് 1 യോഹന്നാൻ 5-ാം അധ്യായം പറയുന്നതിൽ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മൾ ജയാളികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ കർത്താവ് നമ്മളെ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവ് പറയുന്നത്. ഇത് പറഞ്ഞാല് രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റിമിഡേഷൻ. പ്രൈസ് ദി ലോർഡ്. ഇന്റിമിഡേഷൻ വെച്ചാൽ ഭീഷണിപ്പെടുത്തൽ, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് അപ്പോസ്തലപ്രവൃത്തി വായിക്കട്ടെ. നമുക്കറിയാം അപ്പോസ്തലനായ പത്രോസ്, ആദ്യ പത്രോസും പൗലോസും ഒക്കെ, പത്രോസും ശിഷ്യന്മാരും മൊത്തം നമുക്കറിയാം കർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചെന്ന് കഴിഞ്ഞാല് കൊന്നു കഴിഞ്ഞു, അതാണ് കർത്താവിനെ കൊന്നൽ, അവരെ തൂക്കിക്കൊന്നു. അപ്പം ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം പേടിച്ചു പോയി. അപ്പം പേടിച്ചു പോയി, അതൊന്നും വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ശിഷ്യന്മാരെല്ലാം പേടിച്ചു പോയി കഴിഞ്ഞാല് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 ബുക്ക് ഓഫ് ഗോസ്പൽ ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 19 ഇത് പറഞ്ഞാല്, ആഴ്ചവട്ടത്തിന്റെ 3-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദരെ പേടിച്ചു വാതിലടച്ചിരിക്കേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നുവെച്ചാല് യേശുക്രിസ്തുവിനെ കൊന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിച്ച് കൊന്നു. ഇനി ശിഷ്യന്മാര് പേടിച്ചു പോയി. കാരണം വെച്ചാല് തന്നെയും തങ്ങളെയും കൊല്ലുമെന്നവർ പേടിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാര് ഭീഷണി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഭീഷണിയുടെ മുമ്പില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നമുക്കറിയാം, ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. ആ ഭീഷണിയും നമുക്കറിയാം, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവർക്കെതിരായിട്ട് ഭീഷണി ഉണ്ടാവുമ്പോൾ ആ ഭീഷണിയെ തകർക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പറ്റും. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വേണം. നമുക്ക് പ്രയർ ലൈഫ് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യു ഹാവ് ടു മേക്ക് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ചുമ്മാതിയുള്ള പ്രാർത്ഥനയല്ല, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ വചനം വായിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യണം, വചനം നമ്മൾ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ വചനത്തിൽ നമ്മൾ മുമ്പോട്ട് നീങ്ങണം. അങ്ങനെ ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അന്ധകാര ശക്തി കർത്താവ് തകർക്കും. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നമുക്ക് വലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരായുധവും, ശത്രുക്കൾ എത്ര ആയുധം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ഒരു വഴിയായിട്ട് വരും, അവര് 7 വഴിയായിട്ട് തിരിച്ചോടുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം വെച്ചാൽ ശത്രുക്കൾ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തും. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സസ് 16 ഇത് പറയുന്നത് പറഞ്ഞാല് 16 and 17 ഇതിൽ പറയുന്നത് വെച്ചാല്, നമുക്കറിയാം അപ്പോസ്തലന്മാരെ അത്ഭുതങ്ങൾ ചെയ്ത് കർത്താവിനെ അറിഞ്ഞു, കർത്താവിന്റെ ശക്തി വന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തിയില് നമുക്കറിയാം 2-ാം അധ്യായത്തിൽ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. 3-ാം അധ്യായത്തിൽ നമുക്കൊരു ദേവാലയത്തിൽ മുമ്പിലിരുന്ന ആ വിഷയം അയച്ചുവിടുന്ന വ്യക്തി സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു വെരി മച്ച് സൗമ്യ, ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. അപ്പം അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം പ്രോസിക്യൂഷൻ നടക്കുവാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളം നടക്കുമ്പോൾ അതിന്റെ പേര് പ്രോസിക്യൂട്ട് ചെയ്യുവാണ്. നമുക്കറിയാം, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് കഥ കടിച്ചിരുന്ന ശിഷ്യന്മാര് ഇവരെയൊന്നും ഈ ഭീഷണിയുടെ മുമ്പിൽ നോക്കാനായിട്ട് പോയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ, ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു ദൈവശക്തി എന്നിലുണ്ട് എന്നുള്ള ചിന്ത അവരിലേക്ക് വന്നു. പ്രൈസ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ശിഷ്യന്മാർ പുറത്തിറങ്ങി, ആ വാതിലടച്ചിരുന്ന അവര് വാതിൽ തുറന്ന് പുറത്തിറങ്ങി ആ ജീവിക്കുന്ന ദൈവത്തെ ശക്തമായിട്ട് അവർ പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി. പ്രൈസ് ലോർഡ്. ജാതികളുടെ മുമ്പിൽ പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി. യെരൂശലേമിൽ വന്ന ആയിരക്കണക്കിന് ആൾക്കാരെ കർത്താവിനെ അറിഞ്ഞോ. പ്രൈസ് ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം നമുക്കറിയാം, ദേവാലയത്തിന് മുമ്പേ ഇരുന്ന ആള് സൗഖ്യം ലഭിച്ചു. പ്രൈസ് ലോർഡ്. അപ്പൊ മുഴുവനായ വ്യക്തി സൗഖ്യം ലഭിച്ചു. 4-ാം അധ്യായത്തിൽ നമ്മൾ പ്രോസിക്യൂഷൻ നടക്കുകയാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സസ് 16 and 17 അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 16-17 വാക്യം നമുക്ക് വായിക്കാം. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല്, ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു, പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു. അതാണ് പറയുന്നത്. അത് അന്നും ഇന്നും നമുക്കറിയാം അന്തോയാസിക്കൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മളൊരു വേല ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് അത് നമ്മുടെ ശക്തിയാ ചെയ്യുന്നതാണ്. നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ശക്തിയാലോ നമ്മുടെ കഴിവിനാലോ അല്ല, ദൈവശക്തിയാലാണ്, ദൈവത്തിന്റെ കൃപയാലാണ്, ദൈവശക്തിയാലാണ് കാര്യങ്ങൾ നടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ശക്തി നടക്കുന്നത്, അല്ലാതെ നമ്മുടെ ശക്തിയിലല്ല നടക്കുന്നത്. പ്രൈസ് ലോർഡ്. ഞാനൊക്കെ അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേകം മരണക്കിടക്കുന്ന ആൾക്കാർ ഏറ്റു വന്നിട്ടുണ്ട്.
ചില ആൾ മരിക്കാൻ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവർ സൗഖ്യപ്പെട്ടിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. അത് എന്റെ ശക്തിയല്ല, അത് കർത്താവിന്റെ കൃപയും കർത്താവിന്റെ ശക്തിയാലുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ സൗഖ്യം പ്രാപിക്കുന്നതും ഒരാൾ കർത്താവിനെ അറിയുന്നതും ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുന്നതും ഒരു വ്യക്തി മാനസാന്തരത്തിലേക്ക് വരുന്നതും ഒരാൾക്ക് കർത്താവിനെ പ്രവേശിക്കാനായിട്ട് വരുന്നതും അത് കർത്താവിന്റെ ശക്തിയിലും കഴിവിനാലുമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. അത് സ്വന്തം കഴിവിനാലോ ശക്തിയാലോ അല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കണം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 verses 16 and 17. ഇത് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 4:16 വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? യഹൂദന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും പ്രസിദ്ധമല്ലോ, നിഷേധിപ്പാൻ നമുക്ക് കഴിയത്തില്ല. കാരണം വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 4 when you read book of Acts chapter 3, praise the Lord, the person who was his birth was in, he was a disabled person. Praise the Lord. When Apostle Paul and Apostle John and Peter and John, Apostle Peter, when he prayed for that person, he could receive the strength in his bones. Praise the Lord. He could able to walk properly. Praise the Lord. That's what the Bible says. Book of Acts chapter 4, you can see that there is a prosecution happening. അതാണ് അപ്പോസ്തല പ്രവൃത്തി 3 കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാലെ ആ മുടന്തനായ വ്യക്തി സൗഖ്യം പ്രാപിച്ചു. 4 പ്രോസിക്യൂഷൻ നടക്കുകയാണ്. ഇത് പറഞ്ഞാൽ ഈ മനുഷ്യ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 verses 16, 4:16 വാക്യം പറയുന്നത് ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ, നിഷേധിപ്പാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് കർത്താവിന്റെ വചനം ആരൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ അത് ഒരു വ്യക്തിക്ക് നമ്മളെ നിഷേധിക്കാൻ പറ്റത്തില്ല. നിത്യസത്യമാണ് പ്രഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അന്യ മതക്കാര്, അന്യ ദേശക്കാര്, അന്യ ജാതികള്, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാര്, വീട്ടിലുള്ള ആൾക്കാര് നമുക്കെതിരെ കൈവങ്ങിയാലും അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മരണ സമയത്ത്, ബുദ്ധിമുട്ട് സമയത്ത് അവർ ചോദിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ നിന്ദിച്ച ആൾക്കാർ എത്ര പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ നിന്ദിച്ച ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ദൈവം ജീസസ് ക്രൈസ്റ്റ് ഈസ് എ റിയൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ ഫേക്ക് ഗോഡ്. Jesus Christ is not a statue. Jesus Christ is a living God. അതാണ് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 4:16 വാക്യം അത് നമുക്കറിയാം. യഹൂദന്മാര് വേരിയും അത് അക്സെപ്റ്റ് ചെയ്തു, അവര് വേരി സമ്മതിച്ചു. അത് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ ഒരു വലിയൊരു മിറക്കിള്, വലിയൊരു അത്ഭുതം ശിഷ്യന്മാരുടെ കയ്യാൽ നടന്നു. അപ്പോസ്തല പ്രവൃത്തി 3 1-8 വാക്യങ്ങൾ വായിക്കണം. നമുക്കറിയാം. അപ്പൊ 4:17 വാക്യം പറയുകയാണ്, അവരിന്ന് എങ്കിലും അത് ജനത്തിൽ അധികം പകരാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിച്ചത് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് അതാണ് പറഞ്ഞത്, ഭീഷണിപ്പെടുത്തിയവര്. അവർ ഭീഷണിപ്പെടുത്തിയെങ്കിലും അവർ ആ ഭീഷണിക്ക് മുമ്പേ അവർ നിന്നില്ല. അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം 4 ഭീഷണിയുടെ എന്നൊന്നും വായിക്കേണ്ട കാര്യം. അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4, book of Acts chapter 4 verses 24, I think. Praise the Lord. Book of Acts chapter 4 ഇതാണ് പറഞ്ഞേ. Book of Acts chapter 4 verses 30 and 31. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാര് നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2 1-8 വാക്യം 1-5 വാക്യങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം കിട്ടിയപ്പോൾ അതേപോലെ തന്നെ അവര് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ ഉരമനപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇത് പറയുവാണ് 30 വാക്യം 31 വാക്യം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 verses 30 and 31. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളെയും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനോട് യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ആ വേദനയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് 31 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അതാണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മളിലേക്ക് വരുമ്പോൾ ഭീഷണി ആരെങ്കിലും അടുത്ത് ഒരു ഭീഷണി വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രൈസ് ലോർഡ് വീണ്ടും നമുക്ക് ശക്തി കിട്ടും. നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരെ ഒന്നെങ്കിൽ കർത്താവ് അവരെ നമ്മളേക്ക് അനുകൂലമാക്കാൻ കർത്താവ് ശക്തനായ ദൈവമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്താനും കർത്താവ് ശക്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭീഷണി വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ് പറയുന്നത് വെച്ചാൽ നിനക്ക് വിരോധമുണ്ടാക്കുന്ന ഒരായുധവും നമുക്ക് വലിക്കത്തില്ല. അതാണ് പറയുന്നത്. യെശയ്യാപ്രവാചന പുസ്തകം 40:31 വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 40 verses 31 ഇതിൽ പറഞ്ഞാൽ കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും
കഴുകന്മാരെ പോലെ ചിറയടിച്ചു വരും, അവരോടിയാ തളരത്തില്ല, നടന്നാൾ ക്ഷീണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ കർത്താവിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. യേശു ക്രിസ്തുവിൽ തന്നെ നമ്മൾ ആശ്രയം വയ്ക്കണം. അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിൽ ആശ്രയം വെച്ചതുപോലെ തന്നെ നമ്മളും കർത്താവിൽ ആശ്രയം വയ്ക്കണം. ഈ ദൈവത്തിന് നമ്മളെ സൗഖ്യപ്പെടുത്താൻ പറ്റും, ഈ ദൈവത്തിനെ വെടിവെക്കാൻ പറ്റും, ഈ ദൈവത്തിനെ ശക്തിപ്പെടുത്താൻ പറ്റും എന്നുള്ള ചിന്തിക്കണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭയവും കർത്താവ് എടുത്തു മാറ്റും. അത് ഓട്ടോമാറ്റിക്കാണ്, ദൈവത്തിന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതിന് നമുക്ക് തടസ്സങ്ങൾ. നാലാമത്തെ തടസ്സം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അതാണ്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. അപ്പം അപ്പൊ പറഞ്ഞാല് നമുക്ക് എന്നാൽ കർത്താൻ, അപ്പൊ ഞാനൊക്കെ ആദ്യം കേട്ടോ കർത്താന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എന്ത് പ്രസംഗിക്കും, എവിടെ പ്രസംഗിക്കും, എങ്ങനെ പ്രസംഗിക്കും, എന്ത് പറയും. ചിലപ്പോൾ സ്ട്രീറ്റിൽ ചെന്ന് കർത്താന്റെ വചനം പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴാണ് ഒന്നും അറിയത്തില്ല, എവിടെ നിന്ന് പ്രസംഗിക്കും, ഏത് ഭാഗം പ്രസംഗിക്കും. എന്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ കർത്താന്റെ വചനം പ്രസംഗിക്കുന്ന അവസ്ഥ നോക്കാടി ഞാൻ തന്നെ ചിരിക്കും. കാരണം വെച്ചാല് എന്ന് പറയുന്നത് എനിക്ക് അറിയും. അപ്പൊ എന്റെ പിന്നെ കർത്താന്റെ വചനം നോക്കി വായിക്കാനായിട്ട് തുടങ്ങി. ഇനി ഞാൻ പറയാം, ആ സ്ഥലങ്ങളിൽ, ആ പ്രദേശങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കൊയ്ത്ത് നടക്കുക. അനേകം ആൾക്കാർ പ്രൈതലോട്. എവിടേക്ക് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോയിട്ട് ഒരാൾ പേര് സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ഇന്ന് ആ സ്ഥലങ്ങളിൽ സിറ്റിയിലാണ് നിറഞ്ഞു നിൽക്കും. ഞാൻ പോയി കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ നിൽക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സുവിശേഷ വേലക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് സിറ്റികൾ. പ്രൈതലോട്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നും അനേക സ്ഥലങ്ങളിൽ, ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളിൽ പ്രൈതലോട്, കർത്താവിന്റെ വചനം ചെന്നിട്ടില്ലാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമുക്കറിയാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസരത്തിൽ നമ്മൾ കഴിഞ്ഞ കാല കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ നമ്മൾ ഓർക്കണം. പറ്റുമെങ്കിൽ നമ്മൾ ആരെങ്കിലും അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകണം. നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങൾ കർത്താവ് നമുക്ക് ചെയ്ത വൻ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട അവസരത്തിൽ കർത്താവ് ഇത്രയും നാൾ നമ്മൾ നടത്തിയ ഓരോരോ വഴികൾ നമ്മൾ അക്കവിട്ട് എഴുതി കർത്താവിന് സ്തോത്രം ചെയ്യണം. ആ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ദൈവം ഇന്നും എന്നെ നടത്താൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിൽ ഉറയ്ക്കണം, വിശ്വസിക്കണം. എല്ലാവരും നഷ്ടപ്പെടുത്തിയ അവസ്ഥ, ഒരാളും കോണ്ടാക്ട് ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥ, എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തിയ അവസ്ഥ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, റെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, കർത്താവിന്റെ വചനത്തിന് വേണ്ടി വ്യാജമായിട്ട് നമ്മൾ ഒറ്റപ്പെടുത്തിയ അവസ്ഥ. ഹല്ലേലൂയ. ഈ അവസ്ഥയിലും കർത്താവ് നമ്മളെ പരിപാലിച്ചു. ഈ അവസ്ഥയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. അനേകം ആൾക്കാരെ കർത്താവ് ഇതിലേക്ക് വരുത്താനായിട്ട് കർത്താവ് ഒരാളെങ്കിലും നിങ്ങളോട് വന്നുവെങ്കിൽ വന്നില്ല എന്നല്ല, കർത്താവിന്റെ വചനം പ്രസംഗിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? പ്രൈസലോ. ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി കരുതലുമാണത്. പ്രൈസലോ. ആ കഴിഞ്ഞ കാല ദിവസങ്ങളെ ഓർത്ത് നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. ആ കഴിഞ്ഞ കാല കരഞ്ഞ ദിവസങ്ങളെ ഓർത്ത് ഇന്ന് നമ്മുടെ കണ്ണീരെല്ലാം കർത്താവ് മാറ്റി. പ്രൈസലോ. ഹല്ലേലൂയ. ആനന്ദ നൃത്തം തന്ന ദൈവത്തെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യണം. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് വചനം പറഞ്ഞാല് അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായം 9 വാക്യം പറഞ്ഞാൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 17. ബുക്ക് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 17 and 18. ഇത് പറഞ്ഞാല് പൗലോസ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. ഇത് പറഞ്ഞാൽ അങ്ങനെ അന്ന് തുടർന്ന് കറിയാൻ കർത്താവിനെ അറിഞ്ഞു. പൗലോസ് കർത്താവിനെ അറിഞ്ഞു. ഇതിലോ 3 ദിവസം പൗലോസിന് കണ്ണുപേരെയും കാണത്തില്ലാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് നമുക്കറിയാം കർത്താവ് അനനിയാസ് എന്ന് പറഞ്ഞ ആളെ കർത്താവ് പൗലോസിന്റെ അടുത്തേക്ക് അയക്കുന്നു. ഇത് പറഞ്ഞ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 17 and 18. അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായം അത് 17-18 വാക്യം പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ അനനിയാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ, പൗലോസിന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ചു, പരിശുദ്ധാത്മാ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയെ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന അവസരത്തിൽ കർത്താവിന്റെ വചനം നമ്മൾ ഏറ്റു പറയണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിപ്പിക്കണം. ചുമ്മാ ആൾക്കാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കില്ല, ആത്മാവിൽ നിറഞ്ഞ ആൾക്കാരോട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ കർത്താവ് തന്നെ ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞ് വിളിപ്പിക്കും. പ്രൈസ് ലോർഡ്. അവരുമായിട്ട് ഫെലോഷിപ്പ് ചെയ്യണം. പ്രൈസ് ലോർഡ്. ഞാനൊക്കെ കഴിഞ്ഞാൽ അനേകം ആൾക്കാർ സുവിശേഷ വേല ചെയ്യുന്ന ആൾക്കാർ, അനേകം ആൾക്കാർക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന ട്രൈഡ് സിറ്റുവേഷൻ വരുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി പ്രത്യേക സെപ്പറേറ്റ് 1 മണിക്കൂർ എല്ലാ ആഴ്ചയും ഞാൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഓരോ ദിവസം പറ്റുമെങ്കിൽ പ്രൈസ് ലോർഡ് ഓരോ മണിക്കൂർ 1 to 1 ആയിട്ട് അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. 1 to 1 ആയിട്ട്. ചിലപ്പോൾ 45 മിനിറ്റ് ആത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സുവിശേഷ വേല ശക്തിപ്പെടുത്താനുള്ള കൃപ കർത്താവ് തന്നതിന്റെ നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആരെങ്കിലും കർത്താവിന്റെ വേല ചെയ്യുന്ന മിനിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ലോർഡ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പ്രൈസ് ലോർഡ്. അപ്പൊ സമയം ഏത് ദിവസമാണെന്നുള്ളത് പിന്നീട് പറയാം. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയും ആത്മാവില് പ്രൈസ് ലോർഡ് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് മാക്സിമം 1 hour പ്രൈസ് ലോർഡ്. അത് ലൈവ് അല്ല, പേഴ്സണൽ ആയിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഐ വിൽ പ്രേ ഫോർ യു. നോ മാറ്റർ
വെദർ യു പിന്നെ വിച്ച് കൺട്രി യു ആർ ഫ്രം, പ്രൈസ് ലോർഡ്, മലയാളം ഓർ ഇംഗ്ലീഷ് ഓർ എനി ഓഫ് യുവർ ലാംഗ്വേജ്, ദിസ് ബോത്ത് ലാംഗ്വേജ് ഐ കാൻ പ്രേ ഫോർ യു, പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 9:17 അനന്യാസ് പൗലോസിന് വേണ്ടതെല്ലാം നഷ്ടപ്പെട്ടിരുന്ന അവസരത്തിൽ പോയിട്ട് കൈവച്ച്, പ്രൈസ് ലോർഡ്, പ്രാർത്ഥിച്ചു. പൗലോസ് വിചാരിക്കും എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, എല്ലാം കണ്ണുപേരും കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. ആ സമയത്ത് കർത്താവിന്റെ അഭിഷേകത്തിനെ കർത്താവ് പൗലോസിന്റെ അടുത്ത് അയച്ചു, പ്രൈസ് ലോർഡ്. തുടർന്ന് മാനമായിട്ടും അനന്യാസ് തല കൈവച്ചു. ആ സമയത്ത് പൗലോസിനെ കാഴ്ച കിട്ടി, പ്രൈസ് ലോർഡ്. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ആക്ട്സ് ചാപ്റ്റർ 9:18 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു, പ്രൈസ് ലോർഡ്. സ്നാനമേൽക്കണം. ഇന്ന് അനേകം ആൾക്കാർക്ക് പ്രാർത്ഥിക്കണം, പക്ഷെ സ്നാനമേൽക്കാൻ സാധിക്കത്തില്ല, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ സ്നാനപ്പെടണം. മുടി സ്നാനം കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, പ്രൈസ് ലോർഡ്. രക്ഷിക്കുകയും മുടി സ്നാനമേൽക്കുകയും ചെയ്യണം. അനേകം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്ത് സഭയിൽ ചേരുന്നതാണ് സ്നാനമൊന്നും അല്ല, പ്രൈസ് ലോർഡ്. ഒരു പെന്തിക്കോസ്ത് സഭയിൽ നിങ്ങൾ ചേരണ്ട, പ്രൈസ് ലോർഡ്. ബൈബിളിന്റെ അകത്ത് പെന്തിക്കോസ്ത് ചർച്ചില്ല, പ്രൈസ് ലോർഡ്. ഞാൻ ഒരു പെന്തിക്കോസ്ത് ചർച്ചിന്റെ ഭാഗമല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു. വി ആർ ഇൻ ദ ഫാമിലി മെമ്പർ ഓഫ് ക്രൈസ്റ്റ്. അതാണ് പറയുന്നത്, നമ്മൾ കർത്താവിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. അതാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളാണ്. അതുകൊണ്ട് ആ വ്യക്തികളെയാണ് കർത്താവ് അപ്പോസ്തലന്മാരും പ്രവാചകൻ യു ആർ ദ ചോസൻ ജനറേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഹോളി നേഷൻ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്പെഷ്യൽ പീപ്പിൾ. ഇതിൽ പറഞ്ഞിരിച്ചാല് നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളാണ്, പ്രൈസ് ലോർഡ്. ദൈവസഭയിൽ നമ്മൾ ചേർക്കപ്പെട്ട് കഴിഞ്ഞോ. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത് ഒരു സഭയുടെ അംഗമാകാനല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണത്, പ്രൈസ് ലോർഡ്. നമ്മൾ ദൈവസഭയുടെ അംഗമാകാനായിട്ടാണ്, ദൈവസഭ എന്ന കർത്താവ് എന്ന സഭയുടെ അംഗമാകാനായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. അത് ചെയ്തേ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് നമ്മൾ മെച്യൂരിറ്റി വന്നതിന് ശേഷം മുഴുവനായിട്ട് വെള്ളത്തിറങ്ങി സ്നാനപ്പെട്ട്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ഫെയ്ത്ത് കർത്താവിന്റെ കമാൻഡ്മെന്റ് നമ്മൾ ആചരിക്കണം, സ്വീകരിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അതേപോലെ ബലവും ഈ സംരക്ഷണവും ആ കർത്താവ് അബ്രാഹം കൊടുത്ത ബ്ലെസ്സിങ് മൊത്തം വരുന്നത്. അല്ലാത്ത ഒരാൾക്കും ജീവിതത്തിൽ വരത്തില്ല, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൗലോസിന് അനന്യാസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റു സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥനയിൽ നമുക്ക് ബലം കിട്ടും. സ്പിരിച്വൽ സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. പറഞ്ഞാൽ യേശയ്യാപ്രവാചന പുസ്തകം 40:40 കർത്താവ് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം നൽകുന്നു, പ്രൈസ് ലോർഡ്. കോൺഫിഡൻസ് പോയ ആൾക്കാർക്ക് കോൺഫിഡൻസ് തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദർശനത്തിൽ എനിക്ക് എല്ലാ ദിവസവും കർത്താവ് ദർശനം തരാം, പ്രൈസ് ലോർഡ്. എല്ലാവരോടും പറയാനായിട്ട് പറ്റത്തില്ല, പ്രൈസ് ലോർഡ്. ചിലതൊക്കെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടി, 1-to-1 മിനിസ്ട്രിയുള്ള ആൾക്കാർക്ക് വേണ്ടി തരാനായിട്ട് സെപ്പറേറ്റ് കർത്താവ്. ചിലപ്പോൾ മിനിസ്ട്രിക്ക് വേണ്ടി വിഷയങ്ങൾ അത് മറ്റുള്ളവർ പറയുന്നത് പബ്ലിക്കായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ അപ്പോസ്തലൻ നമ്മൾ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ അതിൽ 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോറൻസ് ആണ്. മറ്റുള്ളവരെ നമ്മളെ ഇഗ്നോർ ചെയ്യും, കർത്താവിന്റെ വചനം പ്രസംഗിക്കും, നമ്മളെ അവഗണിക്കും. അങ്ങനത്തെ നമുക്ക് അതാണ് നേരിടുന്ന തടസ്സങ്ങൾ എന്ന് വെച്ചാൽ അറിയാവുന്ന ആൾക്കാർ നമ്മളെ അവഗണിക്കും, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരുമ്പോൾ തരം താത്തി പറയും, മറ്റുള്ളവരും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കെതിരെ നമ്മളെ കളിയാക്കി ചിരിക്കും, നമുക്കെതിരെ കമന്റുകളൊക്കെ പറയും. പക്ഷെ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കർത്താവിന്റെ വചനത്തെപ്പറ്റി നിന്ന് സഹിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാണ്. കാരണം നമുക്ക് മുമ്പേയുള്ള പ്രവാചകന്മാരും, പ്രൈസ് ലോർഡ്, ഇതേപോലെ പീഡനങ്ങൾ സഹിച്ചിരുന്നു, പ്രൈസ് ലോർഡ്. സ്വർഗ രാജ്യത്തില് നമുക്ക് പ്രതിഫലം വലുതാണ്. അപ്പൊ നമുക്ക് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിനെ ആരാധിക്കാനായിട്ട്, പ്രൈസ് ലോർഡ്, കുഞ്ഞാടിന്റെ മുമ്പിൽ അനേകം കഷ്ടങ്ങൾ സഹിച്ച് ആൾക്കാരാണ് അവിടെ ആരാധിക്കാനായിട്ട് വെള്ളവസ്ത്രം ധരിച്ച് നമുക്കറിയാം അവിടെ നിൽക്കുന്നത്, പ്രൈസ് ലോർഡ്. വെളിപാടിന്റെ പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഷ്ടങ്ങൾ കർത്താവിന്റെ വചനത്തെ സഹിക്കുന്നുണ്ടോ അത്രമാത്രം സ്വർഗ രാജ്യത്തിൽ നമുക്ക് പ്രതിഫലം വലുതാണ്. നമുക്ക് ധനവാനും ലാസറിനും നമുക്കറിയാം, ധനവാനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, പ്രൈസ് ലോകത്തിൽ. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ധനവാൻ പറയുന്നു ഒരല്പം വെള്ളമെങ്കിലും കിട്ടണമെന്ന് പറയുന്നു. പക്ഷേ സാധ്യമല്ല, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകവും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ കത്തോലിക്ക സഭയിലായിരുന്നു, പൈസ കൊടുത്ത് അച്ഛന്മാർക്ക് പൈസ കൊടുത്ത് റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിൽ കയറ്റുന്ന പരിപാടി ഇല്ല, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയിൽ എങ്ങനെയാണ്? പൈസ കൊടുത്ത് ഒപ്പീസ് ചെയ്യലേക്കും മരണാനന്ത കർമ്മങ്ങൾ, അതുപോലെ കുർബാന ചെയ്യലേക്കും പൈസ കൊടുക്കണം, അച്ഛന്മാരെ കൊണ്ട് പൈസ കൊടുക്കണം. നമ്മൾ പൈസ കൊടുത്തിട്ട് റെക്കമെൻഡേഷൻ ചെയ്യണം, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റുന്ന പരിപാടി. അങ്ങനത്തെ പരിപാടി ബൈബിളിനകത്തില്ല, പ്രൈസ് ലോർഡ്. ഇങ്ങനത്തെ ഈ പൈശാചിക രീതി ബൈബിളിനകത്തില്ല. കൈക്കൂലി കൊടുത്ത് സ്വർഗത്തിൽ പോകുന്ന പരിപാടി. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും എന്നത് ഫ്രീ ആണത്. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഫ്രീ ആണ്. നമുക്ക് രക്ഷ ഫ്രീ ആണ്. ഒരച്ഛന്മാരും അടുത്തും കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല.
സ്വർഗത്തിൽ പോകാനായിട്ട്. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രൈസ്. ചില സ്ഥലങ്ങളിൽ സഭകളിൽ നമുക്കറിയാം, മരിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് അച്ഛന്മാർക്കൊക്കെ അവർ ലോട്ടറി അടിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുർബാന പൈസ എങ്ങനെ ഓരോരോ പൈസകൾ വന്നോണ്ടിരിക്കും. ഞാൻ ആരെയും തെറ്റു പറയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നത് അത് തെറ്റാണത്. വചനപ്രകാരം പൈസ കൊടുത്ത് നമ്മളെ ഒരു കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ കയറ്റാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. സ്വർഗവും നരകവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇരിക്കുന്നു. സ്വർഗവും നരകവും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നരകത്തിൽ പോകാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് അവർക്ക് നിത്യ ജീവനുണ്ട്. പിന്നീട് നമുക്ക് മരിച്ചതിന് ശേഷം റെക്കമെൻഡേഷൻ ചെയ്ത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പണക്കാർക്ക് സ്വർഗത്തിൽ പോകുന്ന അവസ്ഥ കത്തോലിക്ക സഭയിൽ അങ്ങനത്തെ പരിപാടി ബൈബിളിൻ്റെ അകത്ത് ഇല്ല പ്രിയമുള്ളവർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ച് സ്നാനമേൽക്കണം. വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ആൾക്കാർക്ക് യു വിൽ ബി ഗെറ്റിംഗ് ദ സാൽവേഷൻ. ദ സാൽവേഷൻ വിൽ ബി ഫ്രീ ഫോർ യു ഫോർ എവർ ആൻഡ് എവർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന മറ്റുള്ളവർ നമ്മളെ അവഗണിക്കും. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന്റെയും യോഹനെ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം, അവർ പത്രോസിന്റെയും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ യോഹന്നാനെയും ധൈര്യം കാണിയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അതാണ് പറഞ്ഞാല് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്ന് പറഞ്ഞാല് അവര് പത്രോസിന്റെയും അവർ പറഞ്ഞാല് യഹൂദന്മാർ ചിന്തിക്കുന്ന പത്രോസിന് അതുപോലെ തന്നെ ശിഷ്യന്മാർക്കൊന്നും പഠിപ്പിൽ എഡ്യൂക്കേറ്റഡ് അല്ല. പക്ഷെ അവരുടെ നോളജ് ഇറ്റ് വാസ് എ ഹെവൻലി വിസ്ഡം. സോളമൻ രാജാവിന് കിട്ടിയ വിസ്ഡം ഇറ്റ് വാസ് ഫ്രം ദ ഹെവൻ, ദ ഹെവൻലി വിസ്ഡം. നമ്മൾ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഞാൻ MBA പഠിച്ചത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം എന്റെ ആ പഠിത്തത്തിന് വിസ്ഡം അല്ല കിട്ടുന്നത്. ദാറ്റ് ഈസ് എ വേൾഡ് സ്റ്റഡി. വാട്ട് എവർ ഐ ഹാവ് that is from the world. But when you are born again and baptized, after that, when you pray to the Lord, when you are walking in spirit, you are getting the heavenly wisdom, the heavenly knowledge, the word of knowledge. Hallelujah. അതാണ് പറയുന്നത്. ദൈവത്തിന്റെ ജ്ഞാനമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം കിട്ടുമ്പോൾ ഈ ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിൽ എത്രമാത്രം പഠിച്ച ആൾക്കാരാണെങ്കിലും അവരെ ദൈവത്തിന്റെ ജ്ഞാനത്താൽ അവരെ മുമ്പിൽ അവരുടെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുമ്പിൽ ഒന്നുമല്ല പ്രിയമുള്ളവർ. Praise the Lord. Heavenly wisdom is the divine wisdom and mighty wisdom from God. Praise the Lord. This wisdom is getting to each one of you, the people, those who are in Christ Jesus. Praise the Lord. ഇത് പറഞ്ഞാൽ അതാണ് 4-ാമത്തെ കാര്യം, ഇഗ്നോറൻസ് ആണ്. Praise the Lord. അപ്പം 5-ാമത്തെ കാര്യം, കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ 5-ാമത്തെ തടസ്സം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് Praise the Lord. 5-ാമത്തെ തടസ്സം ഇഗ്നോറൻസ്. Praise the Lord. അപ്പം നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി നമുക്ക് തന്നെ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി വായിക്കുവാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി കർത്താവിന് ശക്തി അറിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മറ്റുള്ളവർ മനഃപൂർവ്വം നമ്മളെ ഇഗ്നോർ ചെയ്യാനായിട്ട് വരും. കർത്താവിന് ശക്തി അറിഞ്ഞിട്ട് ആ കർത്താവിന് ശക്തി അറിയാം എങ്കിൽ തന്നെയും കർത്താവിനെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാർ, ദൈവശക്തി ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവർ കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മളെ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഒരേ ഒരു കാര്യം, അതിന് കർത്താവിന്റെ വചന ശക്തിയുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 2-ാം വാക്യം പറയുകയാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 5 verses 1. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 5 verses 1 onwards. ഇതിൽ പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, എന്നാൽ അനനിയാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലമിറ്റ്. അവർക്ക് കർത്താവിന് ശക്തി അറിയാം, പക്ഷെ കർത്താവിനെ ഇഗ്നോർ ചെയ്ത് മനഃപൂർവ്വം. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവദാസനെ അവർ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇത് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 2-ാം വാക്യം പറഞ്ഞത്, ഭാര്യയോട് കൂടെ ഭാര്യയുടെ അറിവോട് കൂടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസ് അനനിയാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും പ്രൈസ് ദി ലോർഡ് തുടർന്ന് പറയുന്നത്, നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പറയുന്നത്, അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ. പ്രൈസ് ദി ലോർഡ്. വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ. ഈ കാര്യത്തിന് നിന്റെ മനസ്സ് വെച്ചത് നീ മനസ്സ് വെച്ചത് എന്ത്. മനുഷ്യരോടല്ല, കർത്താവ് പറഞ്ഞോട്, മനുഷ്യരോടല്ല ദൈവത്തോടെത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്ക് കേട്ടിട്ട് അനനിയാസ് വീണ് പ്രാണനെ വിട്ടു. ദൈവത്തിന്റെ ശക്തി അറിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞ ആ വ്യക്തികൾ ദൈവത്തെ നിന്ദിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ കർത്താവ് ശിക്ഷ കിട്ടും, ദൈവശിക്ഷ അവർക്ക് കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിന്റെ വചനം നമ്മൾ പറയുന്ന വചനം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തിയെ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അനനിയാസിന്റെ നമുക്കറിയാം സംഭവിച്ചത് നമ്മൾ ബൈബിളിനകത്ത് കാണുന്നുണ്ട്. കർത്താവ് തന്നെ നമ്മുടെ ശത്രുക്കൾക്കെതിരെ കർത്താവ് തന്നെ പോരാടും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് ആദ്യം പറഞ്ഞ വചനം ഒന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാവീദോ യഹോവയിൽ ശക്തിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ.
സൈന്യങ്ങളുടെ യഹോവ ശക്തിപ്പെട്ട ഒറ്റ കാരണത്താൽ മേൽക്കുമേൽ ഡേ ബൈ ഡേ ഹി ബിക്കം ഗ്രേറ്റ് ആൻഡ് ദാറ്റ് വൺ greatest person. Praise the Lord. Hallelujah. Spiritually and physically and financially in all areas of his life. Praise the Lord. ഞാൻ ഒരു പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു എന്നെ കളക്കി. അപ്പൊ ഇന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഈ സെയിം സെഷൻ തന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. ടുഡേ ഐ വാസ് പ്രീച്ച്ഡ് മലയാളം. ടുഡേ പ്രീച്ച്ഡ് മലയാളം. Tomorrow the same session will be preaching in English. Praise the Lord. And the second session today I was preaching what are the obstacles, problems you are facing when you are preaching the gospel. Praise the Lord. Hallelujah. And another day, the same will be preaching in English. Praise the Lord. Hallelujah. And one more section will be going to take it. Praise the Lord. Coming days. That will be how we can overcome all these obstacles in our life. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം നമ്മൾ പുറത്ത് പ്രസംഗിക്കുമ്പോൾ നേരിടുന്ന തടസ്സങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വരുന്ന ദിവസം സംസാരിക്കുന്നത് ഈ തടസ്സങ്ങളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട്. അത് നിങ്ങൾ മറക്കാതെ കാണണം. വരുന്ന ഈ വ്യാഴാഴ്ച പ്രൈസ് ലോർഡ്, ഇന്ത്യൻ സമയം 9:30 PM പ്രൈസ് ലോർഡ്, UK ടൈം 4 PM. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുന്ന തടസ്സങ്ങൾ, ഒന്നാമത്തെ തടസ്സം ഫിയർ. നമുക്ക് ഭയം ഉണ്ടാവുന്നു. രണ്ടാമത്തെ കാര്യം ഇന്റിമിഡേഷൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഭയം ഉണ്ടാവുന്നു. രണ്ടാമത്തെ ഭീഷണിപ്പെടുത്തല്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. നാലാമത്തെ ഇഗ്നോറൻസ്. അഞ്ചാമത്തെ മൂന്നാമത്തെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ. പ്രൈസ് ലോർഡ്. നമ്മുടെ നാലാമത്തെ കാര്യം ഇഗ്നോറൻസ്, മറ്റേ അവഗണിക്കുന്ന അവസ്ഥ. അഞ്ചാമത്തെ അറഗൻസ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അഹങ്കാരം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അഹങ്കാരത്തെ നമുക്കെതിരെ കർത്താവിന്റെ വചനത്തെ നിന്ദിക്കുന്ന അവസ്ഥ. ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കേട്ടവർക്ക് നന്ദി പറയുന്നത് എല്ലാവരും ഷെയർ ചെയ്യട്ടെ, ഉത്സാഹിപ്പിക്കുന്നു. അനേകം ആൾക്കാർക്ക് എത്തട്ടെ. ഇനി വ്യാഴാഴ്ച സെക്ഷോടെ നിങ്ങൾ കാണണം. കണ്ടിട്ട് എങ്ങനെ നമുക്ക് ഓവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വിശ്വാസി എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തിരക്കൊണ്ടുവരും കാണാതിരിക്കാനായിട്ട്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം 9:30 PM, UK time 4 PM. Praise the Lord. Everybody, I to request all of you, please come and watch, okay, this live. Praise the Lord. അപ്പൊ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. Praise the Lord. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ വചനം കേൾക്ക്, ഇത് പ്രസംഗിച്ച വചനത്തെ ഓർത്ത് കർത്താവ് സ്വപ്നം ചെയ്തു. പ്രസംഗിച്ച വചനത്തെ ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്തു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടാകുന്ന ആ പ്രശ്നങ്ങളെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാനുള്ള കൃപ തന്നെ അവർ നന്ദി പറയുന്നു. കർത്താവെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനം കർത്താവ് അനേകം ആൾക്കാരിലേക്ക് എത്തട്ടെ. കർത്താവിന്റെ ഒറ്റപ്പെട്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരിലേക്ക് കർത്താവിന്റെ അവരൊറ്റയല്ല, ഒരു സൈന്യഗണം, ദൂതഗണങ്ങൾ അവരോടൊപ്പം ഉണ്ടെന്നുള്ള ചിന്ത അവരിലേക്ക് ഇതിലൂടെ വരട്ടെ കർത്താവ്, ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ ദൈവരാജ്യം ഓരോ സ്ഥലത്തും കർത്താവ് വളരട്ടെ. ദേശങ്ങൾ കർത്താവിന് വേണ്ടി പ്രഘോഷിക്കട്ടെ. ദേശങ്ങൾ യേശുവിന്റെ നാമത്തിന് വേണ്ടി യേശുവിന്റെ നാമം കയ്യിലെടുത്ത് ദൈവനാമം അവരെ പ്രഘോഷിക്കാൻ ഇടപെടട്ടെ കർത്താവ്. ദേശങ്ങൾ മൊത്തം കർത്താവിനെ അറിയട്ടെ. കർത്താവ് എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കും. ഷത്താന്തമല്ലത്തി തക്കനെ ഷന്തത്തപ്പല്ലത്തി തക്കനെ അപ്രപ്പർ ജോഷ അപ്രപ്പർ സൗമ്യ സോജൻ ഡാനിയൽ പാസ്റ്റർ ഷെബു ജോസഫ് Kotur Joy, Molly Silva, Mary Sebi, Arthur Chanel, Praveen Peraj, Thomas Prayan, and Betsy, Daniel, and Claire, and Praveen Thomas. Praise the Lord. Hallelujah. Father God, I pray for each one of them right now. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വാണിയിൽ വായിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം ആ ഒറ്റപ്പെട്ട അവസ്ഥ, കർത്താവ് നിരാശയുടെ അവസ്ഥ മാറട്ടെ കർത്താവ്. കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ മാറട്ടെ കർത്താവ്. മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നുള്ള അവസ്ഥ മാറട്ടെ. കർത്താവിന്റെ ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചു വരവ് വരട്ടെ കർത്താവ്. അങ്ങനെ കർത്താവിന്റെ വചനം അവരിലൂടെ നിറയട്ടെ. കർത്താവിന്റെ വചനം അവരിലൂടെ അനേകം ആൾക്കാർ അറിയട്ടെ കർത്താവ്. രോഗിയോട് സൗഖ്യപ്പെടട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെട്ട് അനേകം ആൾക്കാർ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. I pray for each one of the people, those who are watching from UK, Europe, and Africa, North and South American, Asian countries, especially the people, those who are doing the gospel work. The people are facing lots of obstacles in their life. In the name of Jesus Christ, I sprinkle the blood of Jesus Christ right now. In Jesus' name, in the name of Jesus Christ, by the blood of God, in the name of Jesus Christ of Nazareth, I break, I bind a cast out right now. All the spirit of fear, all the spirit of sickness, all the spirit of that one the spirit, that one which is coming with the lack of confidence, and fear. In the name of Jesus Christ, I bind this spirit. I cast out in the name of Jesus Christ. Shantantamalati tagana. In Jesus' name I pray. Heavenly Father, once again more I pray for the people, those who are supporting our ministry, the people, those who are doing the gospel work, the people, those who are that one, the people, those who are doing the ministry work with us.
Heavenly Father, I pray for them. Father God, I pray for each one of them right now, Father, the people, those who are participating in our ministry. Heavenly Father, bless them. Father God, I pray for me, the work which I am doing for you. Thank you, God, Holy Spirit, your blessing for me too. Once again, more I pray. In Jesus' name I pray. Amen. You can pray. God bless you. The grace of our Lord Jesus Christ, the love of God, the sweet fellowship of the Holy Spirit be with you all. Surely, the goodness and mercy will follow us all the days of our life. I will dwell in the house of the Lord forevermore. Amen. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ സെക്ഷൻ നിങ്ങൾ കാണണം. വ്യാഴ്ച സെക്ഷൻ കൂടെ കാണണം. വ്യാഴ്ച ഇന്ത്യ സംഭവം 9 UK time 4 PM. Praise the Lord. God bless you. Thank you.